അപ്പോൾ നല്ല 1916 വിളിച്ചിട്ട് നമ്മളെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ ബേസ് ചെയ്തിട്ടുള്ള കംപ്ലയിൻറ്റ് രജിസ്ട്രേഷൻ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കസ്റ്റമർ കെയർ ആണ്. ഒരു പ്രോപ്പറായിട്ടാണ് സർവീസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് ഒരു 24 hours അവർ കാര്യങ്ങൾ ലീക്ക് കാര്യങ്ങളൊക്കെ പരിഹരിച്ചു. ഇപ്പോൾ അവിടേക്ക് വെള്ളമോ കാര്യങ്ങളോ ഒഴുകുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് 24 hours ഉള്ളിൽ ഈ ഒരു സർവീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞത് മികച്ച കാര്യം തന്നെ. പക്ഷേ അതിൽ കുറവൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഒരു 24 hours നമുക്ക് ഒരു എമർജൻസി സർവീസ് ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ ഭാഗമായിട്ട് ഈ കസ്റ്റമർ കെയർ 24 hours പ്രവർത്തിക്കുന്നത് പോലെ എമർജൻസി സർവീസ് യൂണിറ്റും കൂടി ഇവിടെ പ്രവർത്തിക്കേണ്ടതാണ്. ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച കൊണ്ട് വരില്ല, സർവീസ് ചെയ്യില്ല എന്നാണ്. പക്ഷേ ഞായറാഴ്ച ആയിട്ടും അവർ വന്നു സർവീസ് ചെയ്തു, കാര്യങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോഴും ഇദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നത്, സോഷ്യലിസ്റ്റിനെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, വാട്ടർ അതോറിറ്റിയുടെ മിനിസ്റ്റർ ആയിരിക്കുന്ന താങ്കളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ ജലസമ്പത്ത് ഒരിക്കലും നഷ്ടപ്പെടരുത്. ഇപ്പോൾ നമ്മളെ കണ്ണിൽ പെട്ടുകൊണ്ട് ആ ഒരു രീതിയിൽ നഷ്ടമുണ്ടായിട്ടില്ല. പക്ഷേ ഒരു രീതിയിലും ജലസമ്പത്ത് നഷ്ടപ്പെടരുത്. അപ്പോൾ ആ രീതിയിൽ നല്ല വേഗത്തിൽ തന്നെ സർവീസും കാര്യങ്ങളും അവൈലബിൾ ആവാനുള്ള 24 hours എമർജൻസി സർവീസ് യൂണിറ്റ് ആരംഭിക്കേണ്ടതാണ് എന്ന് പറയുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.